കേന്ദ്ര ഗവൺമെൻറ് ഡീംഡ് യൂണിവേഴ്സിറ്റി, സ്വകാര്യ സർവകലാശാല, വിദേശ സർവകലാശാല എല്ലാം തന്നെ അനുവദിക്കുന്ന ഒരു സമീപനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്ക് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് കുതിക്കാൻ ഇന്നത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ പറ്റി നമുക്കറിയാം. ലക്ഷക്കണക്കിന് കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം. ആ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി എങ്ങനെയാണ് ഇനിയും ഒരു മുന്നേറ്റം? കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് 5 കൊല്ലക്കാലം നമുക്കറിയുന്നത് പോലെ താഴെ തലത്തിലുള്ള LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ നടത്തി വിദ്യാഭ്യാസ സംവിധാനത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കുതിപ്പുണ്ടാക്കാൻ സാധിക്കുകയുണ്ടായി. തുടർന്ന് ഇപ്പോഴും അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, അതുമുതലേ പറഞ്ഞിട്ടുള്ളത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ ഒരു കുതിപ്പ്, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റുക, വിജ്ഞാന കേരളവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിൽ വിജ്ഞാനത്തെ രൂപപ്പെടുത്തുക എന്നുള്ള പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തെ മാത്രം ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല. അപ്പോൾ കേരളത്തിലാകെ ഒരു സർവകലാശാലയില്ലേ മുമ്പുണ്ടായിരുന്നുള്ളൂ, കേരള സർവകലാശാല മാത്രം. പിന്നെ കോഴിക്കോട് സർവകലാശാല വന്നു, പിന്നെ ഏതൊക്കെ സർവകലാശാല വന്നു. ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനത്തോടൊപ്പം തന്നെ ഗവൺമെൻറ് നിയന്ത്രണമുള്ള, അതാണ് വളരെ പ്രധാനം, മറ്റ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അതില്ല, ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിലുള്ള യൂണിവേഴ്സിറ്റികൾ രൂപപ്പെടണം. പ്രൈവറ്റ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റികൾ ശക്തിപ്പെടണം എന്ന് തന്നെയാണ് കണ്ടത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നത്. വിദ്യാർത്ഥി ഒരു മലക്കം മറന്നില്ല, വെറുതെ മലക്കി മറി അങ്ങനെ അധികം മരിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾക്കെല്ലാം എല്ലാ കാലത്തും ഒരു മലക്കം മറിക്കലാണ്. ആ സമരം പലതും നടത്തിയിട്ടുണ്ടാവും. ഇന്നത്തെ ആവശ്യം നമ്മൾ നോക്കേണ്ടത്. ഇന്നത്തെ ആവശ്യം പരിഗണിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല കുതിപ്പാണ്. ഇന്ത്യ തന്നെ കേരളത്തെ പോലെയുള്ള പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും, മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കം ഉൾപ്പെടെ എല്ലാ കുട്ടികളും, ഇന്നത്തെ ഏതെങ്കിലും വീട്ടിൽ അഭ്യസ്തവിദ്യരല്ലാതെ യുവാക്കൾ ഉണ്ടാവുമോ? എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്, വിദ്യാഭ്യാസം തേടുന്നവരാണ്. അങ്ങനെയുള്ളൊരു കേരളത്തിൻ്റെ മുമ്പിൽ ഇനി അതിൻ്റെ മുമ്പിലേക്കോട്ട് പോകും എന്നുള്ളതാണ് പ്രശ്നം. അല്ലാണ്ട് പണ്ടങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ കുത്താൻ നടക്കുകയല്ല വേണ്ടേ. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വകാര്യ സർവകലാശാലയുടെ മേലെ കൊണ്ടുവരാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹ്യ സമത്വം ഉൾപ്പെടെയുള്ള പ്രശ്നം. അപ്പോൾ സംവരണം അട്ടിമറിക്കാൻ അനുവദിക്കില്ല. സംവരണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടണം. അതുപോലെ തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു 40% കുട്ടികൾക്കെങ്കിലും കേരളത്തിൽ അഡ്മിഷൻ കിട്ടണം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ, അതുപോലെ വിദ്യാർത്ഥി സ്വാതന്ത്ര്യം വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ SFI പറഞ്ഞതുപോലെ SFIക്കാർ ഉൾപ്പെടെയുള്ളവരൊക്കെയായിട്ട് ചർച്ച ചെയ്യാം. അതിലൊന്നും നമുക്ക് യാതൊരു സംശയത്തിൻ്റെയും ഇട നൽകേണ്ടതില്ല, ഒന്നും അടച്ചു വെക്കേണ്ട കാര്യമില്ല. ലോകം ഒരു വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ കുതിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ ലോകത്ത് എവിടെയുള്ളതിനേക്കാൾ കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവാക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർക്കാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനുള്ള നല്ല ത്വര, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോകാനുള്ള അവരുടെ ആവേശം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവർക്കെല്ലാം വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റണം. മാത്രമല്ല, ഇന്ന് ലോകത്ത് തന്നെയുള്ള ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ കേരളത്തിലെ നിലവിലുള്ള യൂണിവേഴ്സിറ്റി തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റികൾ നല്ല രീതിയിൽ ശക്തിപ്പെട്ട് വരികയാണ് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.